ചേലക്കരയിൽ അട്ടിമറിയോ മഹാത്ഭുതമോ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താണ് ചേലക്കരയുടെ പ്രത്യേകത? അത് കെ രാധാകൃഷ്ണന്റെ തട്ടകമാണ്. പണ്ട് കോൺഗ്രസ് മണ്ഡലമായിരുന്നു. പിന്നീട് എളിമയിൽ മാതൃകാ രാഷ്ട്രീയക്കാരനായി മാറിയ കെ രാധാകൃഷ്ണന്റെ തട്ടകമായിട്ട് ചേലക്കര മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ചേലക്കരയിൽ രാധാകൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിലും ആ അടിത്തറ LDFന് വളരെ ഭദ്രമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വോട്ടെടുപ്പും സൂചിപ്പിക്കുന്നത്. ഇനി 2019 പെങ്ങളൊട്ടിക്ക് ഇപ്പോഴാ ഗ്ലാമർ ഒന്നുമില്ല. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ അത്ഭുതം സൃഷ്ടിച്ച പെങ്ങളൊട്ടി 5 വർഷത്തെ ലോകസഭയിലെ MP എന്ന നിലയിലുള്ള പ്രവർത്തനം കൊണ്ട് ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന ഒരു ഖ്യാതിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പല വിമർശനങ്ങളും രമ്യ ഹരിദാസിനെ പറ്റി വന്നിട്ടുണ്ട്. അത് കൂടി കണ്ടുകൊണ്ടിട്ടാണ് കഴിഞ്ഞ ഇപ്പോഴത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചത്, രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കിട്ടിയ ഏക ലോക്സഭാ സീറ്റിന്റെ ക്രെഡിറ്റ് അതാണ്. ആ പരാജയം കൊണ്ടാണ് രമ്യ ഹരിദാസ് ഇപ്പോൾ ആലത്തൂർ ലോക്സഭയിൽ പെടുന്ന ചേലക്കര അസംബ്ലി സെഗ്മെന്റിൽ മത്സരിക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞു. അതിൽ ചില കണക്കുകൾ നോക്കിയാൽ ചേലക്കരയുടെ താരം കെ രാധാകൃഷ്ണൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം MP ആയ സാഹചര്യത്തിൽ പകരം മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി UR പ്രദീപും മോശക്കാരനല്ല. എളിമയുടെ സത്യസന്ധതയുടെ രാഷ്ട്രീയം ചേലക്കരയ്ക്ക് കാഴ്ചവെച്ച ആൾ തന്നെയാണ് UR പ്രദീപ്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഭദ്രമായ നിലയിൽ ഒരു നല്ല ഭൂരിപക്ഷത്തിന് UR പ്രദീപ് ജയിക്കാനാണ് സാധ്യത. ആ കണക്കുകൾ നമുക്ക് അങ്ങനെ ക്രോഡീകരിക്കാൻ സാധിക്കും. അതായത് 2024 സ്ഥാനാർത്ഥികൾ, ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ UR പ്രദീപ് ഇടതുപക്ഷ CPIM, രമ്യ ഹരിദാസ് കോൺഗ്രസ് UDF, കെ ബാലകൃഷ്ണനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. BJPക്ക് കാര്യമായ വലിയ പ്രതീക്ഷകളൊന്നും വെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല ചേലക്കര. തൃശ്ശൂരിനെ ചേർന്ന് നിൽക്കുന്ന ചേലക്കര ഈ കുഴൽപ്പണ വിവാദവും കൊടകര വിവാദവും മറ്റ് പ്രശ്നങ്ങളും BJPയിലെ തമ്മിലടിയും മറ്റു വിഷയങ്ങളൊക്കെ ചേലക്കരയിലും BJPക്ക് ചില പരുക്കുകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് നിലവിലുള്ള വോട്ട് ശതമാനം നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അത് നല്ല കാര്യമായിരിക്കും അവരെ സംബന്ധിച്ച്. അതാണ് ഈ 3 സ്ഥാനാർത്ഥികളെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഈ 2021 മഹാഭൂരിപക്ഷം കെ രാധാകൃഷ്ണന് ലഭിച്ച 2021 അത്രയും ഭൂരിപക്ഷം എന്തായാലും UR പ്രദീപ് ഇക്കുറി നേടില്ല എന്ന് നമുക്ക് വിലയിരുത്താം. അന്ന് രാധാകൃഷ്ണന് 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് 2021. കെ രാധാകൃഷ്ണന് അന്ന് 83,415 വോട്ട്, ശതമാനം പറഞ്ഞ 54.41. അതേ സ്ഥാനത്ത് അത് ഭൂരിപക്ഷം 39,400, അതായത് 40,000-ന് വെറും 600 വോട്ടിന്റെ കുറവ്. അന്ന് കേരളത്തിൽ കിട്ടിയ മഹാഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ചേലക്കരയിലായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ശതമാനത്തിൽ പറഞ്ഞ 25.70 വോട്ടാണ് ജയിച്ച രാധാകൃഷ്ണൻ നേടിയത്. എതിർ സ്ഥാനാർത്ഥിയോ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച CC ശ്രീകുമാറിന് 28.71% വോട്ടേ കിട്ടിയുള്ളൂ. അതായത് 44,015 വോട്ട്. അതായത് അതിൻ്റെ ഇരട്ടിയോളം വോട്ടാണ് രാധാകൃഷ്ണൻ കിട്ടിയത്, 83,415. ശതമാനമോ ജയിച്ച സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിനടുത്ത് മാത്രമേ ആർക്ക് വോട്ട് കിട്ടിയുള്ളൂ? ശ്രീകുമാറിന് കിട്ടിയുള്ളൂ. അതായത് 28.71%. അതേസമയം രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം തന്നെ 25.70. ചെറിയ ഒരു അതായത് ഇരട്ടി വോട്ടുകൾ ഭൂരിപക്ഷം. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷാജുമോൻ ആണ് മത്സരിച്ചത്. ഷാജുമോൻ വെട്ടേക്കാടിന് 24,045 വോട്ട് കിട്ടി, അതായത് 15.68. അതായത് BJP ദുർബലമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന ലോക്സഭയിലും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം. താരതമ്യേന ദുർബലമാണ്.
കാരണം കേരളത്തിൽ മൊത്തം അവർക്ക് BJPക്ക് 20-ന് മുകളിൽ ശതമാനം വോട്ട് നേടാനായപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 15-ന് മുകളിൽ 20-നടുത്തൊക്കെ നേടിയപ്പോൾ ചേലക്കരയിൽ 15.68 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വോട്ട് വർധനയിൽ രാധാകൃഷ്ണന് 9.60 വോട്ടിൻ്റെ വർധനയാണ് ഉണ്ടായത് 21-ൽ. ഇനി 2016 ഇലക്ഷൻ നോക്കുക. അന്നും LDFന്റെ UR പ്രദീപ് ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചത്. അന്ന് UR പ്രദീപിന് കിട്ടിയ ഭൂരിപക്ഷം 10,200 അതായത് കെ രാധാകൃഷ്ണന്റെ 40,000-ഓളം വോട്ടിൽ നിന്ന് ഭൂരിപക്ഷം 10,200 കുറഞ്ഞു. അത് കെ രാധാകൃഷ്ണന്റെ സ്വീകാര്യതയും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനവും ഇത്രയും നാൾ കൊണ്ട് വളർത്തിയെടുത്ത രാഷ്ട്രീയ ഒരു പശ്ചാത്തലം, അതിൻ്റെ രാഷ്ട്രീയ മികവ്, പിന്നെ എളിമയുടെ രാഷ്ട്രീയം, അപ്പോൾ അത്രയും വലിയൊരു മാർജിൻ ഉണ്ടാക്കാൻ UR പ്രദീപിന് സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം 10,200 വോട്ടിനാണ് കഴിഞ്ഞ 2016 ജയിച്ചത്. 67,771 വോട്ട് കിട്ടി, 44.81% പോൾ ചെയ്തതിൻ്റെ. പക്ഷെ അദ്ദേഹത്തിന് 10.61% വോട്ട് കുറഞ്ഞു. കെ രാധാകൃഷ്ണനേക്കാൾ കുറഞ്ഞു. രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ 10%-ലധികം വോട്ട് കുറഞ്ഞു. അതാണ് ഭൂരിപക്ഷം കുറയാൻ കാരണം. തുളസിയാണ് വനിതാ നേതാവ്. UDFന്റെ കോൺഗ്രസിലെ തുളസി മത്സരിച്ചു. തുളസിക്ക് 57,571 വോട്ട്, ശതമാനം കിട്ടിയത് 38.07. അപ്പം 1.21% വോട്ട് കൂടുതൽ കിട്ടി തുളസിക്ക്. അപ്പോൾ പ്രദീപിന് 10%-ലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞു. ഷാജിമോൻ തന്നെയായിരുന്നു BJP സ്ഥാനാർത്ഥി 2016-ൽ. 23,845 വോട്ട്, ശതമാനം പറഞ്ഞാൽ 15.77. BJPക്ക് 10.46% വോട്ട് കൂടി. രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 40-ന്ന് UR പ്രദീപിലെത്തിയപ്പോൾ 10,000 കുറഞ്ഞപ്പോൾ അവിടെ BJPക്ക് 10%-ലധികം വോട്ട് കൂടി ആ ഒരു ഇലക്ഷനിൽ. പക്ഷേ ശതമാനം കൂടുമ്പോഴും മറ്റു കാര്യങ്ങളിൽ BJPക്ക് വലിയ പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്നില്ല. ഇനി 2011 കൂടി നോക്കിയാൽ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ, 2011-ൽ കെ രാധാകൃഷ്ണൻ 73,683 വോട്ട് നേടി, ശതമാനം 55.42, ഭൂരിപക്ഷം 24,676 വോട്ട്. അന്ന് KB ശശികുമാർ ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. 49,007 വോട്ട്, ശതമാനം 36.86. കൃഷ്ണകുമാർ BJPക്ക് 7,056 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ, വെറും 5.31%. അപ്പോൾ ഈ 5% വോട്ടിൽ നിന്ന് BJP 2011-ലെ 5-ന്ന് BJP 2016-ലെത്തുമ്പോൾ 15%-ലധികം വോട്ടിലേക്ക് എത്തി, 15.77. എന്നാൽ 2021-ലെത്തുമ്പോഴും കഴിഞ്ഞ ഇലക്ഷനിൽ ആ ശതമാനം 15.68 നിൽക്കുകയാണ്. 15-ന്ന് BJP ജമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തവണ ജമ്പ് ചെയ്താലും ഇനി കുറച്ച് 10,000 വോട്ട് കൂടുതൽ BJPക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ഇപ്പോഴത്തെ ബാലകൃഷ്ണന് കിട്ടിയാലും കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ കിട്ടിയ 40,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 10,000 തട്ടിയാലും, BJPക്ക് 10,000 പോയാലും 30,000 വീണ്ടും ഭൂരിപക്ഷം നിൽക്കുന്നിടത്ത് ഇനി പെങ്ങളൂട്ടി കുറച്ച് വോട്ടുകൂടെ മാറ്റിയാലും പിന്നെയും UR പ്രദീപിന് വിന്നിങ് ചാൻസ് ചേലക്കരയിൽ നിലനിൽക്കുകയാണ്. അതിനെ അട്ടിമറിക്കാൻ രമ്യ ഹരിദാസിന് ഇപ്പോൾ കഴിയുമെന്ന് നമുക്ക് കരുതുകയും വേണ്ട. BJP കാര്യമായ പ്രതീക്ഷ ചേലക്കരയിൽ വെക്കുന്നുമില്ല. ആ നിലയ്ക്ക് LDF നിലനിർത്തുന്ന ഒരു സീറ്റായി തന്നെയായിരിക്കും ചേലക്കരയുടെ ഭാഗതയുടെ ഫലം വരാൻ പോകുന്നത്. ഭൂരിപക്ഷം എത്ര എന്നുള്ള ഒരു കെ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ പിന്നെ എത്ര ഭൂരിപക്ഷം എന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ ചർച്ച കൂടുതലായിട്ട് നടക്കുക.